കൃത്യം ആസൂത്രിതമായിരുന്നു. ഒരു മാസമായി മുഹമ്മദ് ഷെസാദ് ബാന്ദ്ര കാർ മേഖലകളിലൂടെ സമ്പന്നരുടെ വീട് നിരീക്ഷിച്ചും പഠിച്ചും തക്കം നോക്കി നടക്കുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കയറിയത് യാദൃശ്ചികമായല്ല. അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇളയ മകനെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടാമെന്ന് കരുതിയയിടത്ത് സെയ്ഫ് എണീറ്റ് വന്ന് കായികമായി നേരിട്ടതോടെയാണ് അക്രമിക്ക് പിഴച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് വ്യാജ രേഖകൾ വഴി മുഹമ്മദ് ഷെസാദ് ബംഗാളിലെത്തി. ആദ്യകാലത്ത് ജോലിയില്ലാതെ അലഞ്ഞു. പിന്നീട് മുംബൈയിലെത്തി. 5 മാസക്കാലം ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ വിവിധ കോൺട്രാക്റ്റുകളിൽ ജോലി ചെയ്തു. കഴിഞ്ഞ മാസം ജോലി പോയപ്പോഴാണ് സമ്പന്നരുടെ വീട്ടിൽ മോഷ്ടിക്കുക എന്നുള്ള പദ്ധതി തിരഞ്ഞെടുത്തത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ടു പോകാനും പ്രതിയുടെ പക്കൽ പ്ലാൻ തയ്യാറായിരുന്നു. ഓട്ടത്തിനിടെ പലതവണ വസ്ത്രം മാറി. ബാന്ദ്ര ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഉറങ്ങിയ ശേഷം ട്രെയിനിൽ ദാദർ വരെ, അവിടുന്ന് ബസ്സിൽ വർളിയിലേക്ക്, പിന്നെ താനെയിൽ താൻ മുൻപ് ജോലി ചെയ്തപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു രാത്രി തങ്ങി. അവിടുത്തെ ഹൗസ് കീപ്പിംഗ് ഏജൻസി ഉടമയാണ് പോലീസിന് വിവരമറിയിച്ചത്. ബാന്ദ്ര ദാദർ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും താനെയിൽ പൊറോട്ടയും ഓംലെറ്റും വാങ്ങിക്കഴിച്ചപ്പോൾ നടത്തിയ UPI ഇടപാടുമാണ് പോലീസിന് പ്രതിയെ ട്രാക്ക് ചെയ്യാൻ സഹായിച്ചത്. കസ്റ്റഡിയിലുള്ള മുഹമ്മദ് അമീറുൽ ഇസ്ലാം ഷെഹസാദിനെ അടുത്ത ദിവസങ്ങളിൽ സെയ്ഫിന്റെ വീട്ടിലെത്തിച്ച് ക്രൈം സീൻ പുനരാവിഷ്കരിക്കാനും പോലീസ് പദ്ധതിയിടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.